ഹായ് ഫ്രണ്ട്സ്, സിന്ധൂസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല പഫി ആയിട്ടുള്ള പൂരിയാണ്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഫി പൂരിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 ടേബിൾ സ്പൂൺ റവയാണ്. 2 കപ്പ് എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ബ്രൗൺ ഷുഗർ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചേർത്തത്. വൈറ്റ് ഷുഗർ ആയാലും മതിയാകും. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗോതമ്പ് പൊടിയും റവയും ഉപ്പും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് ഒരുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമുക്ക് അല്പമായി വെള്ളം തളിച്ചു കൊടുത്ത് ഇങ്ങനെ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കണം. ഒത്തിരി വെള്ളമായി പോകാൻ പാടില്ല. പൂരിക്ക് കുഴക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അല്പമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് അടച്ചു വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്തു. മാവ് വീണ്ടും നമ്മൾ കൈകൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ നല്ല പൂരി നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വരും. ഇപ്പം തന്നെ മാവ് റെഡിയാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ പൂരിക്കുള്ള ബോൾസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പൂരിക്ക് പരത്തിയെടുക്കാനായി ആദ്യം ഒരു ബോൾസ് എടുത്ത് പൊടിയിലേക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. ഒത്തിരി ഗോതമ്പ് പൊടി അതിലിരിക്കാൻ പാടില്ല, തട്ടിക്കളയണം. അതിനുശേഷം ഇങ്ങനെ പരത്തിയെടുക്കാം. ഒരു സൈഡ് പരത്തി അല്പം ഒന്ന് പരത്തിയതിന് ശേഷം അതേപോലെ തന്നെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡും പരത്തിയെടുക്കുക. അങ്ങനെ നമുക്ക് റൗണ്ടിൽ പൂരി പരത്തിയെടുക്കാം. അതുപോലെ തന്നെ പൂരിക്ക് പരത്തുമ്പോൾ ഒത്തിരി കനം കുറച്ച്, ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കനം കുറച്ച് പരത്താൻ പാടില്ല. ഒരല്പം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. ഒത്തിരി ഗോതമ്പിൻ്റെ പൊടി അതിൽ ഇരിക്കാനും പാടില്ല. അങ്ങനെ നമുക്ക് ഓരോരോ പൂരിക്കുള്ള മാവും പരത്തിയെടുക്കാം. നമ്മൾ ഓരോ പൂരി പരത്തിയെടുക്കുമ്പോഴും ബാക്കിയുള്ള ഗോതമ്പിൻ്റെ ബോൾസ് അടച്ചു വെക്കണം. കാറ്റ് കയറിയാൽ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്കൊരു 2-3 പൂരി ആദ്യം പരത്തിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പരത്തി വെച്ചാലും അതങ്ങ് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ നമ്മളിവിടെ 3 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി പൂരി ഉണ്ടാക്കിയെടുക്കാം. പൂരി ഉണ്ടാക്കാൻ ഞാനിവിടെ ഉരുളിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ മാസം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഉരുളിയാണ്. നമുക്ക് ഓരോരോ പരത്തിയ മാവ് ഇട്ട് കൊടുക്കാം. മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ പൂരി ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുണ്ടാക്കണം. ലോ ഫ്ലെയിമിൽ ആക്കി ഇട്ടിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കിയാൽ നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും. പൂരി ഇതുപോലെ നല്ല പഫിയായി നല്ല വീർത്ത് വരത്തില്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഉണ്ടാക്കണം. 2-3 പൂരി ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്ലെയിം കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. പൂരി കരിയാൻ തുടങ്ങുകയാണെങ്കിൽ. ഇതിപ്പോൾ നല്ല പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റായ നല്ല പഫി പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കാണാൻ സാധിക്കും നല്ല വീർത്ത് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ പൂരിയും ഇതുപോലെ തന്നെ വീർത്ത് വരുന്നതാണ്. നമ്മളിതിലേക്ക് ഷുഗർ അല്പം ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് പൂരി മാറുന്നുണ്ട്. ഒത്തിരി ഷുഗറൊന്നും ചേർക്കാൻ പാടില്ല. പറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ റവയൊക്കെ ഇട്ട് നല്ല പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ എല്ലാ പൂരിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് മൈദമാവോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഗോതമ്പ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ ഹെൽത്തിയായ നല്ല പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്ത പൂരിയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും നല്ല ക്രിസ്പി ആൻഡ് പഫി ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായ നല്ല പെർഫെക്റ്റ് പൂരി ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ഒന്ന് ലൈക്ക് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ തന്നെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.